ഹായ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് നോക്കുന്നതിന് മുൻപ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലെവൽസ് മാർക്കറ്റിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്, ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ ഒരു ഷോർട്ട് ടൈം പീരീഡിനകത്തുള്ള ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു കറക്ഷനിൽ വന്നിരുന്ന ഒരു ട്രെൻഡ് ലൈൻ, ആ ട്രെൻഡ് ലൈനിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ട്രെൻഡിൽ അതിന് താഴെയായിട്ടായിരുന്നു ഓപ്പൺ ആയിരുന്നത്. ശേഷം നമ്മളൊരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ റെസിസ്റ്റൻസ് ലൈനിലാണ് ആദ്യം സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്കിത് ആദ്യത്തെ സപ്പോർട്ട് ആദ്യം റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമുക്ക് കാണാം നമ്മുടെ ആ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ലൈനകത്താണ് പിന്നീട് റെസിസ്റ്റൻസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഏകദേശം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ആ ഒരു ലൈനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ആ ഒരു ലെവലിലാണ് വലിയൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലെവലിൽ ഒരു താഴേക്കിലോ ഡൗൺ സൈഡ് രീതിയിലാണ് പോന്നിരിക്കുന്നത്. ഡൗൺ സൈഡ് പോരുകയാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന വേറൊരു സംഭവങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മുൻപ് വരച്ചിരിക്കുന്ന ഒരു ലോങ് ടൈം പറഞ്ഞ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. കഴിഞ്ഞ മാസങ്ങളായിട്ട് ഫോളോ ചെയ്തിരുന്ന ട്രെൻഡ് ലൈൻ ഉണ്ടെന്നുള്ള ആ ട്രെൻഡ് ലൈനിനെ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലേക്ക് ഒരു ചെറിയ രീതിയിൽ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം കഴിഞ്ഞ ദിവസം വന്നതിന് ശേഷം ഒന്ന് മുകളിലേക്ക് കയറി വീണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുക. ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് നിന്ന് മുകളിലേക്ക് കയറി ആ ഷോർട്ട് ടൈം ട്രെൻഡ് ലൈൻ കയറി വന്നതിന് ശേഷം താഴത്തേക്ക് വന്നു. വീണ്ടും ആ ഒരു ലോങ് ടൈം ഇതിനകത്ത് സപ്പോർട്ട് എടുത്ത് വീണ്ടും സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ഹസാന മുകളിലേക്ക് കയറിയിരിക്കുന്നത്. നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാവുന്നതാണ്. പിന്നീട് FIIs ഒക്കെ എങ്ങനെ മാർക്കറ്റിനകത്ത് പുതിയ ബൈ എൻട്രീസ് വരുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള മാർക്കറ്റിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ വലിയൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ പറയത്തക്ക രീതിയിൽ ആ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് മാർക്കറ്റിനകത്ത് വന്നിരിക്കുന്നത്. സോ അടുത്ത ദിവസത്തെ മാർക്കറ്റ് കാര്യങ്ങൾ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കേസിനകത്ത് നമുക്ക് ഈ രീതിയിൽ തന്നെ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ലെവൽസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡൗൺ സൈഡ് വീണ്ടും പോകുമെന്നുള്ള രീതിയിലുള്ള ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിനകത്ത് കിട്ടിയില്ല. പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് തന്നെയാണ് തന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസാണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന കുറച്ച് ലെവൽസ് ഉണ്ട്. കാരണം ആ ഒരു ലോങ് ടൈം ഫോളോ ചെയ്യുന്ന ആ ഒരു ലെവൽസിനകത്തേക്ക് ഇനി എത്തിയിട്ടില്ല. ഒരു 200 പോയിന്റോളം കുറച്ച് ഡൗൺ ആയിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റിനകത്തുള്ള കേസ് നോക്കുകയാണെങ്കിൽ. ഇപ്പം ചെറിയ രീതിയിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ചെറിയ രീതിയിൽ ഇത് വന്നതിന് ശേഷം നമുക്ക് കാണാം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ലെവലാണത്. ഈ ഒരു ലെവലിനകത്ത് ഈ ഒരു സോണിനകത്ത് സപ്പോർട്ട് എടുത്തു, ലേശം മുകളിലേക്ക് കയറി സോണിനകത്ത് സപ്പോർട്ട് എടുത്ത് വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ആ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയക്കകത്ത് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ക്ലോസിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാസ്റ്റിലേക്കുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. ഇവിടുന്ന് ഒരു സപ്പോർട്ടിനകത്ത് വന്നതിന് ശേഷമാണ് വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുന്നത്. സോ നമുക്ക് വീണ്ടും നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ടിനകത്ത് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് ഇൻഡിക്കേഷൻ തരുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 200 പോയിന്റോളം ഇനിയും ഇതാവാനുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലോസിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 200 പോയിന്റോളം നമുക്ക് കുറച്ചുകൂടി ഒന്ന് താഴ്ന്നു വരാനുണ്ട് നിഫ്റ്റിയുടെ സംഭവങ്ങളിൽ. ആ ഒരു മുകളിലേക്കുള്ള സംഭവങ്ങൾ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് പോവുക എന്നുള്ള രീതിയിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും 200 പോയിന്റും കൂടി താഴേക്ക് വരാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയക്കകത്തെല്ലാം റെസിസ്റ്റൻസ് എടുത്തും സപ്പോർട്ട് എടുത്തും തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ചെറിയ രീതിയിലൊരു താഴോട്ട് തന്നെയാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കൊരു എന്താ പറയുക മുകളിലേക്കുള്ള ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സംഗതിയൊന്നും വന്നില്ല. സാധാരണ നോർമലി മാർക്കറ്റിനകത്ത് ഉണ്ടായിരിക്കുന്ന കറക്ഷൻസ് കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നീടുള്ളൊരു വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി FIIസും DIIസും ഒരുപോലെ തന്നെ മാർക്കറ്റിനകത്തുനിന്ന് വലിയ രീതിയിലുള്ള ബൈ ഓർഡേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിൽ FIIs സെല്ല് ചെയ്യുന്ന സമയത്ത് DIIs നന്നായിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷേ DIIസും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താഴോട്ട് തന്നെയാണ്, പർച്ചേസിൻ്റെ സൈഡിനകത്ത് താഴോട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഈ രണ്ട് ടീമും അടുത്ത ദിവസങ്ങളിൽ ആക്റ്റീവ് ആവുകയാണെന്നെങ്കിൽ മാർക്കറ്റിൽ നല്ല റാലി തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ലെവൽസ് താഴ്ന്ന് വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു
ഈ ട്രെൻഡ് ലൈൻ്റെ താഴത്തേക്ക് ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ, ഇപ്പോൾ നാളത്തെ ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ക്ലോസ് ചെയ്ത് വന്ന് റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോളോ നമുക്ക് ഇതിനകത്ത് കാണാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് കിട്ടി, ദെൻ താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ കേസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു പാറ്റേൺ നമുക്ക് 46,588 ആ രീതിയിലുള്ള ഒരു ലെവൽ താഴേക്ക് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളത്തേക്കുള്ളൊരു സംഗതി ചെക്ക് ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കേസ്, നിഫ്റ്റി ഓൾറെഡി ഒരു അപ്പ് മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ പോസിറ്റീവ് മൊമെന്റം തന്നു നിൽക്കുന്നുണ്ട്. പോസിറ്റീവ് മൊമെന്റം തന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇതൊരു നോട്രേഡ് സോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പല തവണ സപ്പോർട്ട് എടുത്തൊരു കൺസോൾട്ടേഷൻ പോലെയൊക്കെ നിന്നിരുന്ന ഒരു സോണാണ്. സോ ഇതിനകത്ത് നമുക്ക് എടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് നമുക്ക് ഈ ലെവൽസ് നാളത്തേക്കുള്ള കേസ്, നാളെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് കുറച്ചൊരു 200 പോയിന്റ് വരാനുണ്ട്. ആ 200 പോയിന്റ് വരുന്നത് വരെ അതിലെ മുകളിലേക്കൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കേസിലാണ് പറയുന്നത്. ഇപ്പോൾ 200 പോയിന്റ് താഴേക്ക് വരുന്നവരെ നിഫ്റ്റി ഈ ഒരു ഏരിയക്കകത്ത് കൺസോൾട്ടേഷൻ വന്ന് നിൽക്കുകയും അതിനുശേഷം മുകളിലേക്കൊരു സംഗതി പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ബാങ്ക് നിഫ്റ്റി 200 പോയിന്റ് കറക്റ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്ന രീതിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല പോസിറ്റീവ് മൊമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു വന്നിരിക്കുന്ന സംഭവങ്ങൾ ചെറിയൊരു കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവങ്ങൾ നോക്കി വെച്ച് ചെറിയൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ആ ഒരു ട്രെൻഡ് ലൈനും ക്രോസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം ഇതാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു 1 ഡേ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തില്ല. ആ ട്രെൻഡ് ലൈനിലാണ് മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് വന്നിരിക്കുന്ന ട്രെൻഡ് ലൈൻ കയറി അതിനകത്ത് തന്നെ ടച്ച് ചെയ്താണ് മുകളിലേക്ക് ഇരിക്കുന്നത്. സോ ഈ ഒരു 2-3 ട്രെൻഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് താഴേക്ക് പോകാത്ത രീതിയിൽ മുകളിലേക്ക് വന്നതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് കിട്ടി നല്ലൊരു സംഭവം എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു കോൾ എൻട്രി പരിഗണിക്കാവുന്നതാണ്. സോ ഇതിന് താഴേക്ക് ഒരു 15 മിനിറ്റ്സ് സ്കാനിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുന്ന രീതിയിൽ തന്നെ ഇതിന് താഴേക്ക് നമുക്കൊരു 15 മിനിറ്റ്സ് സ്കാനിൽ ക്ലോസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് കൺസൾട്ടേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് 15 മിനിറ്റ്സിൽ തന്നെ ഒരു റീടെസ്റ്റ് കിട്ടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ അത്യാവശ്യം നന്നായി അത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ തൊട്ട് താഴെ നമ്മൾ കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണുന്ന കുറച്ച് ഏരിയാസ് ആണ് 21,884, 21,821, 21,781. ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആ ഒരു ലെവൽസ് ബ്രേക്കായി ആ ട്രെൻഡ് ലൈൻ ബ്രേക്കായി താഴോട്ട് വരികയാണെന്നെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണുന്ന ഒരു ഏരിയ ആണിത്. 22,000 എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് പൊളിയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ കേസിൽ അതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ താഴേക്ക് ഒരു 200 പോയിന്റും കൂടി കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഈ 200 പോയിന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം ഈ ഒരു ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്കിപ്പം നോക്കുന്ന കേസാണെങ്കിൽ നമുക്കിതിനകത്ത് ഈ ഒരു ലെവലിനകത്തേക്ക് വന്നതിന് ശേഷം കിട്ടുന്ന എൻട്രീസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തൽക്കാലത്തേക്ക് മാർക്കറ്റിനകത്ത് ഏത് രീതിയിലേക്കാണ് നിഫ്റ്റി ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് മുകളിലേക്കാണോ ഏത് രീതിക്കാണ് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ മുകളിലെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ മുകളിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എക്സാക്റ്റ് ആയിട്ട് ടച്ച് ചെയ്തതിനു ശേഷം എല്ലാം മുകളിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് ഇപ്പം നമ്മളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. ഈ ട്രെൻഡ് ലൈനിനിടയിലും ഒരു 200 പോയിന്റ് 300 പോയിന്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു 121 ആ റേഞ്ചിൽ ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. ആ രീതിയിൽ വരുമോ എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നാളത്തേക്കുള്ള മാർക്കറ്റിൻ്റെ സംഗതി ഓപ്പണിങ്ങും കാര്യങ്ങളും കണ്ടതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. ചിലപ്പം നാളെ എക്സാക്റ്റ് ആയിട്ട് ഈ ലെവലിൽ ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നതിന് ശേഷം മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ആ രീതിയിലാണ് വെച്ചാൽ രാവിലത്തെ സംഭവങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് ലെവലിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് ഏരിയക്കകത്ത് അങ്ങനെ ഒരു ഓപ്പണിംഗ് വരികയാണ്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഒരു 47,200 ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ നമുക്കിതിന് മുകളിലേക്ക് ഒരു എൻട്രി ക്ലോസ് ചെയ്ത് പോകുന്നതിന് ശേഷം മുകളിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ല മൊമെൻറ്റത്തിൽ തന്നെ നമുക്ക് 47,779, 47,800 ആ റേഞ്ചിലേക്ക് ഒരു റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ് വരുന്നതെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നോർമലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലുള്ള സംഭവമാണ്. നാളത്തെ ഒരു ഓപ്പണിംഗ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് രീതിയിൽ തന്നതിന് ശേഷം കൺസൾട്ടേഷൻ ചെറിയ രീതിയിൽ താഴോട്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം മുകളിലേക്ക് കയറുമെന്നുള്ള രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഒരു
ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന രീതി നോക്കി നമുക്ക് നാളത്തേക്ക് കോൾ എൻട്രീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നോർമൽ കേസിനകത്ത് വലിയൊരു ബിയറിഷ് മാർക്കറ്റിനകത്ത് നിന്നുള്ള ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെയുള്ള ഒരു കൺസോൾട്ടേഷൻ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നതുള്ളൂ. അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് നിൽക്കുന്നത് മുകളിലേക്ക് കയറും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോ ഇതിന് DIIസും FIIസും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന രീതിയിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കേസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ താഴെയുള്ള സപ്പോർട്ടുകളോ റീടെസ്റ്റ് ചെയ്യുന്ന രീതിയിലോ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. സോ അടുത്തൊരാഴ്ച നെക്സ്റ്റ് ഒരു വീക്കിൽ നമുക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. കാരണം ഓൾറെഡി സപ്പോർട്ട് ലെവലിലാണുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് വീക്കിനകത്ത് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കിത് ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ കാര്യങ്ങളൊക്കെ FIIs മാറി നിൽക്കുന്ന രീതിയിലുള്ളൊരു ഒരു രീതിയിലേക്കാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സോ നാളത്തെ മാർക്കറ്റിൽ ഒന്ന് സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ലെവൽസിൻ്റെ മുകളിലേക്ക് കയറി എൻട്രീസ് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ സൈഡും പുട്ട് സൈഡും ഒക്കെ നമുക്ക് എണിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് നാളത്തേക്കുള്ള സംഭവങ്ങൾ. നാളത്തെ മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റ് അവറിൽ നമുക്ക് ചെക്ക് ചെയ്യാം.